ഗോതമ്പ് മണികൾ വിളയുന്ന പഞ്ചനദികൾ പതഞ്ഞൊഴുകുന്ന ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ജ്വലിച്ച പഞ്ചാബ് വിട്ട് നമ്മളിതാ ഹരിയാനയിലേക്ക് കടക്കുന്നു. ഒരമ്പും വില്ലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഹരിയാനയിലേക്ക്. എന്താ പരിപാടി? അടിപൊളിയല്ലേ സൂര്യകാന്തി? എന്ത് രസാ കാണാൻ. റോസയല്ല, ഇതിന്റെ ഈ സൗന്ദര്യം മാത്രമല്ല, ഇത് എന്താ സംഭവം എന്നറിയാം വൈശാഖിന്? ഇത് സൂര്യകാന്തി ഇതിന്റെ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നില്ല. ഇവിടെ കർഷകര് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. സൺഫ്ലവർ ഓയിൽ വിശദീകരിക്കണ്ട. ഓക്കെ ഓക്കെ. പക്ഷേ വൈശാഖി, നമ്മളിത് തമാശ പറയുന്ന പോലെയല്ല സൂര്യകാന്തി പാടങ്ങളിലെ യഥാർത്ഥത്തിലുള്ള കഥ. ഇന്ത്യയിൽ ഈ ഹരിയാനയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ കർണാടകയിലൊക്കെ കാര്യമായി കൃഷി ചെയ്യുന്നത് സൗന്ദര്യത്തോടെ ഇതിനെ കാണാൻ വേണ്ടിയിട്ടല്ല, ഈ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കർഷകർക്ക് താങ്ങുവിലൊക്കെ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നമായി ഇവർ ഹരിയാനയിൽ കർഷകർ ഒരുമിച്ചിറങ്ങി റോഡ് ഉപരോധിച്ച് സമരം ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ 3-4 ദിവസം സമ്പൂർണ്ണമായി റോഡങ്ങ് ഉപരോധിച്ചപ്പോൾ സർക്കാർ മുട്ടുമടക്കി താങ്ങുവില കൂട്ടിക്കൊടുത്തു. കർഷകർ പറയട്ടെ അതിന്റെ കഥ. കർഷകരുടെ അടുത്തേക്ക് പോവാം. കർഷകർ അത് നമുക്ക് പറഞ്ഞു തരും. ये MSP नहीं मिलती थी जी, सरकार MSP नहीं देती थी. സമരം വിജയിച്ചു. എന്തായാലും ആ സമരത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. कौन जीतेगा इस बार इधर? यहाँ पर तो कांग्रेस जीतेगी. क्यों कांग्रेस? कांग्रेस इसके 10 साल हो गए इसको, बीजेपी को. इसने जिम्मेदारों के किसान रोड पे बिठा रखे, जेल में डाल रखे. पहले बीजेपी को वोट दिया था जी, अब की बार तो कांग्रेस को देंगे. क्या सोच रहे आप बीजेपी सरकार और कांग्रेस? बदलाव कांग्रेस पक्का बदलाव. ये भाई साहब हैं, आप इनसे ही पूछ लीजिए कि यानी कि ये खुश हैं या ना खुश हैं. ओके, हाँ पूछिए. ओके, कैसे है हरियाणा सरकार? कुछ नहीं आ रहे हैं सर. नहीं. मोदी सरकार? नो कुछ नहीं बदलेंगे आपके. इस बार कौन जीतेगा इधर हरियाणा? यहाँ तो कांग्रेस की है. ഓക്കെ, താങ്ക് യു. ഓക്കെ. സൺഫ്ലവർ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം സമരം ചെയ്യുന്ന കർഷകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കരാറുണ്ട്. ആ കരാർ പ്രകാരം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന്റെ തീരുവ കുറച്ചു കൊടുക്കുകയാണ്. അപ്പം ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ ഇവിടേക്ക് എത്തും. ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് വലിയ വിലയാവും. അപ്പോൾ അത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് കർഷക സമരം നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. അതിൽ പെടുന്ന വിലയാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കർഷകർക്ക്. നമുക്കപ്പോൾ വില കുറച്ച് കിട്ടുന്നത് ഇറക്കുമതി ചെയ്തതായിരിക്കാം. മേ ബി. പിന്നെ ഇറക്കുമതി ചെയ്യുന്നൊരു ഉൽപ്പന്നം ചെറിയ വിലയ്ക്ക് കിട്ടുമ്പോൾ രാജ്യത്ത് ഉണ്ടാക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വലിയ വില എടുത്ത് വാങ്ങാൻ ആൾക്കാർ തയ്യാറാവില്ലല്ലോ. ശരിയാ. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് കർഷകർ ബുദ്ധിമുട്ടുന്നത്. ഹരിയാനയിലെ മോഡ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് കുരുക്ഷേത്രയിലേക്കാണ്. കുരുക്ഷേത്രയിൽ കുറച്ച് മലയാളികളുണ്ട്. മലയാളികളെ കണ്ട് കുരുക്ഷേത്രയിലെ മത്സരത്തെക്കുറിച്ച് അറിയാം.